Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫേവറേറ്റ് ആണ്. അത് വെച്ചാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ എന്നല്ല, ഇത് കഴിക്കുന്നവർക്കൊക്കെ നമ്മൾ എപ്പോൾ ചോദിച്ചാലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇതിന്ന് നോൺ വെജാണ് ചെയ്യാൻ പോകുന്നത്. ഇത് പനീറിൽ ചെയ്താലും ഒരു കുഴപ്പമില്ല, പനീറിലും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ പനീർ കിട്ടിയില്ല എന്ന് വെച്ചോ, കോളിഫ്ലവറിൽ ചെയ്യാം, ബേബി പൊട്ടറ്റോസിൽ ചെയ്യാം, കോണിൽ ചെയ്യാം, പനീറിൽ ചെയ്യാം. ഓഫ് കോഴ്സ് ഇതെല്ലാം മാറി മാറി നമുക്ക് പരീക്ഷിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി നോൺ വെജ് തന്നെ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി ഏതാ നമ്മളിന്നൊരു നോൺ വെജിറ്റേറിയനാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ പൊള്ളിച്ചതാണ്. സാധാരണ നമ്മുടെ ആനീസ് കിച്ചണിൽ നമ്മൾ ആദ്യം മീൻ പൊള്ളിച്ചത് ചെയ്തായിരുന്നു. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പൊള്ളിച്ചതാണ്. ചിക്കൻ പൊള്ളിച്ചത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വാഴയില വാട്ടി അതിനകത്ത് അരപ്പെല്ലാം വെച്ചേച്ച് തവയിൽ ചുട്ടെടുക്കുന്നതാണ് ഈ ചിക്കൻ പൊള്ളിച്ചത്. ഈ വാഴയില വാട്ടി പൊതിച്ചോറ് ഉണ്ണാത്ത ഒരു മലയാളികളും ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അറ്റ്ലീസ്റ്റ് നമ്മുടെ കുഞ്ഞുനാളിലെങ്കിലും നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, ഒരു യാത്ര പോകുമ്പോൾ ഒരു കഴിച്ചിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു സ്വാദ് അറിയാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അപ്പോൾ ഈ വാഴയിലയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്വാദ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കാർക്ക് ഒട്ടും എന്താ പറയുക കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്വാദാണ് വാഴയിലയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊടിച്ചതാണ്. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് സവാള, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി പച്ചമുളക്, ഇച്ചിരി തൈര്, ചിക്കൻ നമ്മുടെ സാധാ നമ്മൾ എല്ലോട് കൂടി മേടിക്കുന്ന ചിക്കൻ, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, തേങ്ങാപ്പാൽ, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത്, പിന്നെ കുറച്ച് ടൊമാറ്റോ. ഇത്രയും സാധനമാണ് വേണ്ടിയേ. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യേണ്ടത്, ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ച് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റ്. പക്ഷേ അത്രയും വെക്കാനുള്ള ഒരു സമയം നമുക്കിവിടെ ഇല്ല. അപ്പോൾ എന്നാ ചെയ്യാൻ പോവാ, ഞാൻ ചുമ്മാ പെരട്ടി വെച്ച് ഡയറക്റ്റായിട്ട് വറക്കാൻ പോവാം. അല്ലെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നറിയോ, പെരട്ടി വെച്ച് നമ്മുടെ ഈ തവയെ തന്നെ വേവിക്കാം. വേവിച്ചിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷേ വേവിച്ച് മൊരിച്ചെടുക്കാനൊക്കെ ആയിട്ടാണേലും ഈ പറഞ്ഞ പോലെ എന്നാ പറയുക, എൻ്റെ സ്റ്റോക്ക് ഒരു ഇച്ചിരി കിട്ടുവാന്നേലും നല്ലതാണ്. പക്ഷേ നമുക്ക് ഈ സമയക്കുറവുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, ഞാൻ ചിക്കൻ നല്ലോണം ഒന്ന് പെരട്ടി വെച്ചേച്ച് ഈ തവയെ തന്നെ വേവിച്ച് ആ വെള്ളം മുഴുവൻ പറ്റിച്ചെടുത്ത് ഈ പറഞ്ഞ പോലെ എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ചിക്കൻ ഒന്ന് എടുത്തേച്ച് സകല പൊടികളും ഒന്ന് ഇട്ട് പെരട്ടാൻ പോവാം. പിന്നെ വേണ്ടിയത് ഫസ്റ്റ് തുടക്കം തന്നെ നമുക്ക് നല്ല ഐശ്വര്യത്തോടെ മഞ്ഞൾപ്പൊടി തുടങ്ങാം. മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാല, കുരുമുളക് പൊടി, ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി തൈര്, ഉപ്പും വേണം. മസാല ചിക്കനേൽ നല്ല അസലായിട്ട് പെരട്ടും. ഇത് നല്ലോണം അങ്ങ് തേച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പാനിലോട്ട് ഇടുക. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഹാഫ് വെന്താലും കുഴപ്പമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം അങ്ങ് ഊറും. വെള്ളം ഊറി വെച്ച് ചിക്കൻ അങ്ങ് മാറ്റി വെച്ച് വറുക്കുക. വറുത്തതിന് ശേഷം
ആ സ്റ്റോക്കും കൂടെ ചേർത്ത് ഗ്രേവി ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷേ അതിനൊന്നും നമുക്ക് ഇച്ചിരി നേരമില്ലാത്തതുകൊണ്ട് ഈ ഇറച്ചി അങ്ങ് വെന്ത് അതിൻ്റെ ആ സ്റ്റോക്ക് മുഴുവൻ അങ്ങ് പറ്റട്ടെ. അതല്ല നമുക്ക് ഇച്ചിരി നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കിട്ടുന്ന നേരം എന്നാന്ന് വെച്ചാൽ അതുപോലെ അതിനം പോലെ അങ്ങ് ചെയ്യാം. ഞാൻ പറഞ്ഞതാ ബേസിക്കലി നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം പുരട്ടി വെച്ചേച്ച് വറുത്തെടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പുരട്ടാനുള്ള നേരം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ പുരട്ടി വെച്ച് പറ്റിച്ച് വറുത്തെടുക്കുക. അതിനും നേരം ഇല്ലയെന്നുണ്ടെങ്കിൽ പകുതി വേവിച്ച് കോരി മാറ്റി സ്റ്റോക്കും മാറ്റുക. എന്നിട്ട് ബാക്കി പീസസ് എടുത്ത് വറുത്ത് മാറ്റിയിട്ട് പിന്നെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം എടുക്കും. അപ്പോൾ ഏതാ നമുക്ക് കൈവാക്ക് എളുപ്പം എന്നുള്ളത് നല്ലോണം ഓർത്തിട്ട് ചെയ്യുക. പക്ഷേ നേരം എടുത്ത് ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ഈ സൈഡിൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. വെള്ളം മുഴുവൻ പറ്റി കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അഥവാ ഇനി വെളിച്ചെണ്ണ നമുക്ക് ഡോക്ടേഴ്സൊക്കെ പറയുവാണ് ഒഴിക്കാൻ ഒക്കുകയില്ല, നിങ്ങൾ കൂട്ടണ്ടെന്ന് പറയുവാന്നേൽ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ മതി. പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇച്ചിരി കൂടി ഒരു ടേസ്റ്റ് വരുന്നത്. ഇതിനകത്തോട്ട് സവാള ഇടുക. ഇതിൻ്റെ കൂടെ എരിവ് കണക്കാക്കി പച്ചമുളക്, ഇതിന് ഇച്ചിരി എരിവുള്ളത് നല്ലതാണ്. വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടെ ഇട്ട് നല്ലോണം വഴറ്റണം. നമ്മുടെ ഇറച്ചി ഇച്ചിരി പകുതി വെന്തിട്ടുണ്ട്. ഇട്ട ഉള്ളി ആന്നേൽ ഇച്ചിരി ബ്രൗൺ ആയി തുടങ്ങി. ഇനി ഇതിനകത്തോട്ട് ഞാൻ ടൊമാറ്റോ ഇടുന്നതിന് മുമ്പ് ഒരു ആൾ ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുമായിരുന്നേ. ഇതെങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയെന്നായിരുന്നു എൻ്റെ വിഷമം. ഇതെൻ്റെ അടുത്തിരുന്നിരുന്നതിൽ ഇന്ന് മിക്കവാറും പകുതിയല്ലേ ഇതിനകത്ത് കിടന്നേനെ. പക്ഷെ കറിവേപ്പില ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാദ് വേറൊന്നിനും കാണുകയില്ല. എന്നും പറഞ്ഞാൽ ഇറച്ചിയെക്കാട്ടിലും കൂടുതൽ കറിവേപ്പില ആവാനും ഒക്കെയല്ലോ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു മണം വരുന്നത്. ഇനി ഇതിനകത്തോട്ട് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ ഒരു ഇച്ചിരി ഒന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതായത് 4 ടീസ്പൂണാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. 2 അതിനകത്ത് ഇട്ടു, 2 ഇനിയിപ്പോൾ നമ്മൾ ഈ ഗ്രേവിക്കകത്ത് ഇടുക. പക്ഷേ ഇത് കാശ്മീരി അല്ല, കുറച്ച് സാധാ മുളക് പൊടിയാണ്. അപ്പോൾ ഒരു ഇച്ചിരി എരിവുണ്ട്, നോക്കിയേച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. കുറച്ച് മല്ലിപ്പൊടി, ഇതും 4 ടീസ്പൂണാണ്. ഗരം മസാല മാത്രം ഒരു 3/4 ടീസ്പൂണോളം ഇട്ടേച്ചാൽ മതി, പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. കുറച്ച് കുരുമുളക്, ഈ അരപ്പെല്ലാം ഇതിനകത്തോട്ട് നല്ലതായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നറിയോ, ഒരു 2 സ്പൂൺ തൈര്. പുളി ഓൾറെഡി നമ്മൾ ടൊമാറ്റോ ചേർത്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരു ഇച്ചിരിയും കൂടി ആ ഒരു പുളി വേണം. ഇത് പക്ഷേ പുളിയുള്ള തൈരല്ല. ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ട് നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നത്, നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പം ഇവിടെ നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയുടെ വെള്ളം കുറച്ചുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച്. ഇറച്ചിയും ഏകദേശം വെന്ത് കഴിഞ്ഞു. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ ഏതെണ്ണയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ എടുത്തേച്ച് ഇതിനകത്തോട്ട് ഒഴിക്കണം. ഏതാ? നമ്മുടെ ഈ ചിക്കനകത്തോട്ട്. ഇത്രയും എണ്ണയിൽ കിടന്ന് അത് മൂത്താൽ മതിയേ. കാര്യം നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തല്ല എടുക്കണ്ടേ, ഇത്രയും ആ എണ്ണ മതി. ഈ
ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി കറിവേപ്പില ഇട്ടോട്ടെ. കറിയിൽ ഇടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി കറിവേപ്പില വേണം. എന്നാലേ ഇറച്ചിക്കകത്തും ഒക്കെ ഒരു ഇച്ചിരി മണം വരത്തുള്ളൂ. ഗ്രേവിയുടെ ആ ഒരു പച്ചമണം മാറാനായിട്ട് ഒരു ഇച്ചിരി സമയം കൂടി എടുക്കും. അന്നേരം എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഒരു ഇച്ചിരി ആയിട്ട് ഇനി തൈര് ഒഴിക്കേണ്ട, കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഈ ഒഴിച്ച തേങ്ങാപ്പാലിൻ്റെ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് തെളിയണം. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ ഞാൻ ഈ പാചകം ഒക്കെ ചെയ്തതിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ഈ ചിക്കൻ പൊള്ളിച്ചത്. ഇത് മട്ടണിൽ ചെയ്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷെ മട്ടൺ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. ചിക്കൻ്റെ ഒരു വശമൊക്കെ നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ടെന്നല്ല, ഒരു പരുവന്തേ കണ്ണോക്കിയാൽ അറിയാം. അതിനകത്തൊരു ഇച്ചിരി മൊരിയത്തുള്ളൂ. കാര്യം ഞാൻ ആ പരുവത്തിന് എടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ, വീട്ടിൽ ഏട്ടൻ്റെ അമ്മയുണ്ട്. അന്നേരം അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അമ്മയും കഴിക്കാനായിട്ട് വരുമ്പോൾ ചില സമയം അമ്മ പറയും, മോളെ ഇത് കഴിക്കാൻ നോക്കുന്നില്ല, ഇച്ചിരി കട്ടിയാന്ന് പറയും. അപ്പോൾ നമ്മൾ എന്നതേലുമൊക്കെ സന്തോഷമായിട്ട് ഉണ്ടാക്കുമ്പോൾ വീട്ടിലെല്ലാവരും കഴിക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതേപോലെ നമുക്ക് ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി മൂപ്പിക്കാതെ അവർക്കും കൂടെ കഴിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇനി എന്നാ ചെയ്യേണ്ടത്? ഇതിൻ്റെ തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ഇത് ഓരോന്നായിട്ട് ഞാൻ അങ്ങോട്ട് പെറുക്കിയിടുക. ഈ ചിക്കനകത്ത് നമ്മൾ മൊരിയുന്ന അരപ്പുണ്ടല്ലോ, അതെന്തായാലും കളയരുത്. അത് ഇതിലൂടെ ചേർത്താൽ മാത്രമേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഈ അരപ്പെല്ലാം ചേർത്ത് ചിക്കനും എല്ലാം ഇതിനകത്ത് ചേർത്തേച്ച് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുള്ളൂ. ഇച്ചിരി കൂടി ഉപ്പൊന്ന് ഇട്ടേച്ച് കുരുമുളകോ എരിവോ, അതായത് പച്ചമുളകോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിക്കുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. പക്ഷെ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, ഓപ്ഷണലാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ബാക്കി വന്ന തേങ്ങാപ്പാലുണ്ടല്ലോ അതിനകത്ത് ഒഴിക്കണം. ഈ തേങ്ങാപ്പാൽ പറ്റി വരുമ്പോൾ ഈ മസാല കംപ്ലീറ്റ് ചിക്കനേൽ ഫുള്ളും അങ്ങ് പിടിച്ച് കഴിയുമ്പോഴേ ആ ടേസ്റ്റ് നല്ലോണം വരത്തുള്ളൂ. ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് അടച്ചിട്ട് വേവിക്കണം എന്നൊന്നുമില്ല. ഫുൾ ഫ്ലെയിമേൽ, ഹൈ ഫ്ലെയിമേൽ അടച്ചിട്ടേച്ചാലും മതി. തുറന്നിടരുത്. കാര്യം എൻ്റെ എന്താ പറയുക, മസാലയുടെ ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, അതങ്ങ് പോവും. ഏറ്റവും നല്ല നമ്മുടെ നാടൻ വിഭവങ്ങളിൽ ഒന്നാണ് ഈ ചിക്കൻ പൊള്ളിച്ചത്. ഭയങ്കര നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്യണം. ഇതൊരെണ്ണം ഉണ്ടാക്കുവാന്നേൽ നമ്മൾ വേറെ ഒരു കറിക്ക് മുന്നോട്ട് പോവുകയല്ല. ഇതിൻ്റെ കൂടെ ഒരു പുളിശ്ശേരിയോ കാച്ചിമോരോ മോരോ ഇനിയിപ്പോൾ ഒന്നും ഇല്ലേലേ ഇത് മാത്രം മതിയാവും. എന്നാ പറയുക, രുചിയുള്ളൊരു ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കലം ചോറുണ്ണാം എന്ന് പറയില്ല. എന്ന് പറഞ്ഞ പോലെ അത്ര സ്വാദിഷ്ടമായിട്ടുള്ളൊരു വിഭവമാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഇനി ഒത്തിരി നേരം വർത്തമാനം പറയാൻ സമയമില്ല. കാര്യം ഇന്ന് വരാൻ പോകുന്നത് നമ്മുടെ ആനീസ് കിച്ചണിലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കിയില്ലെങ്കിൽ ഗസ്റ്റ് തന്നെ വിചാരിക്കും ഇതെന്നാ കോലമായി അടുക്കളയ്ക്കെന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി എന്നാ ചെയ്യുന്നത് വെച്ചാൽ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് ഇല അങ്ങോട്ട് വാട്ടി വെച്ച് ഇത് നല്ല മൊരിഞ്ഞു വരുമ്പോൾ ചൂടോടെ തന്നെ ഇലയിനകത്തോട്ട് വെച്ച് അങ്ങ് കെട്ടി വയ്ക്കും. നമ്മുടെ ചിക്കൻ പൊള്ളിച്ചത് ആക്കി അതിൻ്റെ കൂടെ പത്തിരിയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ എന്നാ പറയുക, അങ്ങനെ ഒത്തിരി വർത്താനം പറയാനൊന്നുമില്ല. ഇത് കഴിച്ചാലേ അതിൻ്റെ രുചി അറിയത്തുള്ളൂ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അറിയത്തില്ല, അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ആ ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ആ വാഴയിലയിലും കൂടെ ഒന്ന് പൊതിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ടേസ്റ്റ്. പൊതിച്ചോറ് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തികളുമില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ വിഭവമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തത്. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മലയാളികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടറായ കമൽ സാറാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. കമൽ സാറിനെ കുറിച്ച് ഞാൻ പറയുവാണെങ്കിൽ
ഇന്ന് ഞാൻ ഈ ഡയസിൽ ഇന്ന് എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഒപ്പം നിൽക്കുന്നത് കമൽ സാറിൻ്റെ ഒരു വലിയൊരു ബ്ലെസ്സിങ്ങോട് കൂടിയാണ്. മഴയത്ത് മുൻപേ എന്ന് പറയുന്ന ആ ഒരു ഫിലിമിൽ ശ്രുതി എന്നൊരു ക്യാരക്ടർ സർ എനിക്ക് തന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടതും ഇന്ന് എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഈ ഒരു സ്ഥാനം കിട്ടിയതും എൻ്റെ മലയാളി പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെട്ടതും. അതുകൊണ്ട് എപ്പോഴും എന്നും സാറിനോട് എനിക്ക് ആ ഒരു നന്ദി ഉണ്ടാവും. ഇന്ന് എൻ്റെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് കമൽ സാറ് അദ്ദേഹത്തിൻ്റെ പുതിയ ഫിലിമിൻ്റെ പ്രണയ മീനുകളുടെ കടൽ, അതിൻ്റെ കൂടെ സാറിൻ്റെ പുതിയ ഹീറോയിനെയും കൂടിയാണ് സാറ് കൂടെ കൊണ്ടുവരുന്നത്. എന്തായാലും സാറിനെ ഞാൻ എൻ്റെ ആനീസ് കിച്ചണിലേക്ക് ക്ഷണിക്കാം. കമൽ സർ നമസ്തേ. നമസ്തേ. സുഖമായിട്ടിരിക്കുന്നു സർ? ഇരിക്കണം. ഹലോ ഹലോ ഹൈ ഹലോ. സാറിന്റെ പുതിയ ഫിലിമിന്റെ വിശേഷമാണ് പറയാൻ പോകുന്നത്. സർ, ഇതിനകത്തൊരു പ്രത്യേക പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്, പ്രണയ മീനുകളുടെ കടൽ. ഇപ്പം മൊത്തം ഇങ്ങനെ എന്താ പറയുക, ലവ് റൊമാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താ സർ ഈ ഒരു കോൺസെപ്റ്റ് അങ്ങനെ വന്ന എന്നാത്തിന്? പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലവ് സ്റ്റോറി തന്നെയാണ്. പക്ഷെ വെറും ഒരു ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല. കടലും ദ്വീപും ഒക്കെ പശ്ചാത്തലമായിട്ട് ലക്ഷദ്വീപിലാണ് നമ്മൾ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കടലെന്ന് പറയുന്നത് ശരിക്കും പറയുന്നത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് ഭയങ്കര നിഗൂഢതയും എന്നാൽ അതിൻ്റെ സൗന്ദര്യമൊക്കെ ഉള്ളതാണല്ലോ കടൽ. അപ്പോൾ നമ്മളെ പലപ്പോഴും പറയും, ഇപ്പോൾ നമ്മുടെ സിനിമ ഉണ്ടല്ലോ മഴയത്ത് മുമ്പ്, അപ്പോൾ മഴ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, അറിയാലോ. ഒരുപാട് സിനിമകളിൽ മഴ ഉപയോഗിച്ചിട്ടുണ്ട്. മഴയും പ്രണയവുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. ഏത് ഘട്ടത്തിലും മഴ നമുക്ക് പ്രണയവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഏത് വികാരമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും മഴ. അതുപോലെ തന്നെയാണ് കടലും. കടലിപ്പോൾ നമ്മൾ പ്രേമിക്കുന്ന ഒരു ബീച്ചിൽ വന്നിരിക്കും അല്ലേ, നമുക്ക് ഒരു ദുഃഖമൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ നമ്മൾ വല്ലാതെ ഇത് ചെയ്യും. ഏത് വികാരമായിട്ട് കടൽ ഇണങ്ങും. അപ്പോൾ മഴ പോലെ തന്നെ കടലും ഒരുപാട് ഇത് ഇങ്ങനെ ധനിപ്പിക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെയാണ് കടലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രണയം എന്ന് പറയുമ്പോൾ അതിനൊരു സൗന്ദര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രണയ മീനുകളുടെ കടൽ എന്ന് പറഞ്ഞ് വന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയെ സംബന്ധിച്ചോളം കടലിൽ ബീച്ചല്ല നമ്മൾ കൂടുതൽ, കടലിൻ്റെ അകത്താണ്, അണ്ടർ വാട്ടറിലാണ് നമ്മൾ കഥ കൂടുതൽ നടക്കുന്നത്. പ്രധാന കഥയുടെ ഇൻസിഡൻസ് നടക്കുന്നത് അണ്ടർ വാട്ടറിലാണ്. അപ്പോൾ 20 ദിവസത്തോളം ഞങ്ങൾ കടലിൻ്റെ അടിയിൽ ഷൂട്ട് ചെയ്തു. ഞാൻ കടലിൻ്റെ അടിയിൽ ഞാൻ ബോട്ടിലിരുന്നു, ബോട്ടിൽ മോണിറ്ററൊക്കെ ബുദ്ധിമുട്ട് ബോട്ടിലിരിക്കാനാണ്. കാരണം ബോട്ട് ത്രൂ ഔട്ട് ദ ഡേ ഒലഞ്ഞോണ്ടിരിക്കുവല്ലേ. പിന്നെ നമ്മൾ കടലിന്റെ അകത്തോട്ട് പോയിട്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, കുറെ ഫാർ അവേ ഫ്രം ദ ബീച്ച്. പക്ഷെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ഒത്തിരി വേവ്സ് ഉള്ള സ്ഥലമൊന്നും അല്ല. പക്ഷെ നമ്മൾ കോറൽസിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അണ്ടർ വാട്ടറിൽ ഒരു 10, 20, 30 മീറ്റർ ഇല്ല താഴെ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ സർ? അതെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാം, സാറിനെ ബേസിക്കലി നമ്മൾ വർത്താനം പറയുമ്പോൾ അല്ലെങ്കിൽ സാറിന് ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ സാർ ഭയങ്കര എന്താ പറയാ ഇച്ചിരി മെച്ചോർഡായിട്ടും ഭയങ്കര ഇങ്ങനെ അടന്ന് കുറിച്ചൊക്കെ വാക്കുകളെ സംസാരിക്കുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഫിലിമിൽ വർക്ക് ചെയ്യുമ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുക, മഴയത്തുമ്പിൽ ശ്രുതി എന്നൊരു ക്യാരക്ടറിന് അത്രയും ഔട്ട് വരണം എന്നുണ്ടെങ്കിൽ ഫുൾ ക്രെഡിറ്റ് സാറിനാണ്. സാറ് സെറ്റില് അത്ര ഫ്രീ ആണ്. വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് അല്ലേ? നമുക്ക് അത്രയും ഒരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ആ ക്യാരക്ടറുമായിട്ട് അത്രയും നമുക്ക് ഇടപെടാൻ പറ്റുന്നതും ഒരു ഡയറക്ടറിന്റെ കഴിവ് തന്നെ. സാറിന് ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നതല്ല, പൊക്കുന്നതല്ല, പക്ഷെ സാർ പറഞ്ഞു തരും. എന്താ ഞാൻ എനിക്ക് പ്രയർ ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ ഒരു സ്ഥലത്ത് അഭിനയിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് അഭിനയം എന്താ അല്ലെങ്കിൽ സിനിമ എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല. ഞാനൊരു സെറ്റിൽ പോലും ഇതേവരെ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നിട്ട് ഞാൻ ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 200% ക്രെഡിറ്റ് ഫുള്ള് സാറിനാണ്. സാറ് പറഞ്ഞു തരേണ്ടത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ചീത്ത പറയേണ്ട സ്ഥലത്ത് ചീത്ത പറയും, ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടും. പക്ഷെ സാർ ദേഷ്യപ്പെടുന്ന ഒത്തിരി റയർ അല്ല, അത് എന്റെ അടുത്ത് പറയാം. ഞാൻ ആനിയെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഒന്നോ രണ്ടോ പക്ഷെ അങ്ങനെ ഇങ്ങനെ റേസ് ചെയ്ത് അരിശപ്പെട്ടിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല സാർ. അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മേ ബി ഞാൻ ശ്രുതി അത്രയും പെർഫെക്റ്റ് ആവില്ലായിരിക്കാം. പക്ഷെ ഞാൻ അത് പെർഫെക്റ്റ് ആക്കാൻ കാരണം അങ്ങനെ പെട്ടതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഐ കനോട്ട് ബിലീവ് ഇറ്റ്. സാർ അങ്ങനെയാണെന്ന് പറഞ്ഞാല്, കാര്യം സെറ്റില് സാർ അങ്ങനെയാണ്. ഇപ്പൊ ഈ ഒരു ഫിലിം കഴിഞ്ഞ് കഴിയുമ്പോൾ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു ക്യാൻ നോ ദ ഡിഫറൻസ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആ ഒരു
എൻ്റെ എക്സ്പീരിയൻസ് പറയുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ കിട്ടാൻ പോകുന്നത്. ആൻഡ് ഹീ നോസ് ദറ്റ് ആ ഔട്ട്പുട്ട് നിങ്ങൾ ചെയ്തതിൻ്റെയും ആ വരാൻ പോകുന്നതിൻ്റെയും ഒക്കെ സാറിന് നല്ല നിശ്ചയമുണ്ട്. അത് ഉറപ്പാണ്. നിങ്ങൾക്കൊരു നല്ല വലിയ ബ്രേക്ക് ആയിരിക്കും ആ മൂവിയിൽ കിട്ടാൻ പോകുന്നത്, ഗ്യാരണ്ടി ചെയ്യും. പിന്നെ ഈ ഒരു ഫിലിം ചെയ്തതിൻ്റെയും ആ കഥ കേട്ടപ്പോഴും ഒക്കെ കമൽ സർ ആണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഡിഷന് വേണ്ടി പോയി സെലക്ട് ആയതല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ ഈ ഓഡിഷൻ സെന്ററിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവര് യാദൃശ്ചികമായി സാറിന് കണ്ട് അങ്ങനെ ഇതിലേക്ക് വന്നതാണ്. സാർ ചോദിച്ചോ? സാർ എന്നെ വിളിച്ചു, സാറിനെ കണ്ടു. സാർ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു അഭിനയിപ്പിച്ചൊക്കെ നോക്കുന്നു, പേടിയായിരുന്നു, കാരണം ഞാൻ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചെന്നപ്പോൾ സാറ് ഞാൻ വിചാരിച്ചു, എനിക്കെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ ഒരു ഡയറക്ടറെ നേരിട്ട് കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ സിനിമയുടെ പിന്നിൽ എന്താ പ്രവർത്തിക്കണേ, എന്താ നടക്കണേ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ സാർ എന്താ പേര്, എവിടെ വീട്, ഭയങ്കര റാൻഡമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ സംസാരിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പൊ ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒന്നും ചെയ്യിപ്പിച്ചില്ല. ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു, കുറച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അന്ന് പോയി. പിന്നെ ഒരു ദിവസമാണ് വിളിച്ചിട്ട് എന്നോട് പിന്നെ പൂജയുടെ അന്ന് വരെ കൺഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല നീയാണ് സിനിമ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ ഒരാളുടെ അടുത്ത് നിന്ന് കേൾക്കണത് സാറ് സ്റ്റേജിൽ നിന്നിട്ട് ഗബ്രിയാണ് നമ്മുടെ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത്. തന്റെ ആ ഒരു നേരത്തെ ഒരു മൂവ്മെന്റ് അല്ല, ഞാൻ ഇപ്പോഴും എനിക്ക് പ്രശ്നത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല. എന്നിട്ടും വിശ്വാസം വന്നില്ല. ഞാൻ ചോദിച്ചത് സാർ അനൗൺസ് ചെയ്യുമ്പോൾ ഹി വാസ് ഗിവിംഗ് യു എ സർപ്രൈസ് അല്ലേ? ഞാൻ സാധാരണ അങ്ങനെ നെർവസ് ആവാറില്ല, എനിക്ക് അങ്ങനെ സ്റ്റേജ് ഫിയറോ ആൾക്കാരുടെ മുമ്പിൽ. പക്ഷെ സാർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ, ഞാൻ ഇങ്ങനെ നിന്ന് വിറച്ചിട്ടിരിക്കുക, എഴുന്നേക്കണ്ടേ എന്താ ചെയ്യാ എന്നുള്ള അവസ്ഥയിലായിരുന്നു. അത് ചിലപ്പോ മമ്മൂക്ക ഇരുന്നോണ്ടുള്ള പേടിയായിരിക്കും അല്ലേ? Okay, and what was your experience? Mine actually doing the first movie here, right? Malayalam movie first. Yes. Came to know about Kamal sir also. Yes, the Such day a I big got director, yeah. Yes, so I did not know about sir because I wasn't very well aware of Malayalam cinema back then. And I did an ad and my name got recommended, and then sir called me up for a screen test. So while I was traveling, like I'm waiting for my flight and I'm going from the airport to meet sir, I'm googling, I'm doing my research, and I'm like, I see the list of awards and nominations. I'm like, this is going to be. But then I was, of course, like his profile is extremely intimidating for a new person, and I was intimidated. But then when I met him, he was so nice and so welcoming that you feel comfortable in his presence. Very much. And then he explained to me what it is, and then he made me change into like the character. And he was looking for somebody who can like perform and who can carry off a tattam, like a hijab. So that luckily was me. Thank God to my facial features. Yes. Correct. And so sir selected me after my audition and screen test. Okay. So പുതിയ കുട്ടികളായിട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ചാലഞ്ചിങ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ആസ് എ പ്രൊഡ്യൂസർ ആണെങ്കിലും പുള്ളിക്ക് സാറ്റിസ്ഫൈഡ് ആവണം, ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിരിക്കണം. അപ്പോൾ നമ്മൾ അത് കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസറോടോ? അല്ലെങ്കിൽ ആക്ച്വലി പ്രൊഡ്യൂസർ ആദ്യമേ തന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. വിനായകനുണ്ട്, ഓഫ് കോഴ്സ് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറുണ്ട്, മറ്റ് ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി ഹീറോ ഹീറോയിൻ പുതിയ ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മളിലുള്ള കോൺഫിഡൻസ് ആണ് പ്രൊഡ്യൂസർക്ക്, അതാണല്ലോ അങ്ങനെ ഡയറക്ടറിലുള്ള കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും പുതിയ ആൾക്കാരെ വെച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ഹിറ്റായിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമാണ്. ഓഫ് കോഴ്സ് ഞാൻ പുതുമുഖമെന്ന് പറഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. പിന്നെ ഇവരെ രണ്ടുപേരും കണ്ടു കഴിഞ്ഞപ്പോൾ വൺസ് വി സെലക്റ്റഡ് ദം, അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവരുടെ ഓഡിഷനൊക്കെ കഴിഞ്ഞു. ഈവൻ ഗബ്രി അറിഞ്ഞില്ലെങ്കിലും പ്രൊഡ്യൂസറൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ ഹീറോ ആണെന്ന്. പ്രൊഡ്യൂസർക്ക് അറിയാം, ഞങ്ങൾക്ക് ബാക്കി ക്രൂവിനൊക്കെ അറിയാം. പക്ഷെ അവരെല്ലാം എക്സൈറ്റഡ് ആയിരുന്നു ഇവർ നന്നായിട്ട് ചെയ്യുന്നുള്ള. പിന്നെ ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരുന്നു രണ്ടുപേരും. ഇതൊക്കെ പറഞ്ഞ് ഞാൻ വഴക്ക് ഗബ്രിയെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഋതി അധികം പറയേണ്ടി വന്നില്ല. കാരണം വെച്ചാൽ അത് മെയിൻ പ്രശ്നം വെച്ചാൽ ഇവൻ ഓഫ് ദ ക്യാമറയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. കുറച്ച് കുറുമ്പനാ അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും പിള്ളേരുടെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ. അപ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ വഴക്ക് പറഞ്ഞത്. പക്ഷെ സാർ ആക്ച്വലി അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ പിള്ളേരുടെ ചട്ടമ്പിത്തരവും കുറുമ്പത്തരവും ഒക്കെ. എത്ര ചീത്ത പറഞ്ഞു, ഞാനൊരു പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം കരഞ്ഞ്, പക്ഷെ പിന്നെ 2 ദിവസത്തേക്ക് പിന്നെ സെറ്റിന്റെ പരിസരത്തേക്ക് പോയില്ല. എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല. സാധാരണ ഷൂട്ടില്ലെങ്കിലും സെറ്റിൽ ആദ്യം വന്ന് മൊത്തം അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കി നടന്ന എല്ലാം നോക്കി നിൽക്കുമായിരുന്നു.
പിന്നെ ഞാൻ പോയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ സാറ് എന്നെ ഓടി വന്നിട്ട്, അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കാറ് നിർത്തിയിട്ട് സാറ് നേരെ ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഗബ്രിക്കുട്ടാ എന്താണ് നീ കരയാണോ അതാണോ വിഷമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് സാർ എന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ അഭിനയിക്കുന്നത് ശരിയല്ലെങ്കിൽ വീണ്ടും റീടേക്ക് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ നല്ല ഇതാവാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ക്യാമറയ്ക്ക് അപ്പുറത്ത് അവന് വഴക്ക് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല സത്യത്തിൽ. പക്ഷെ നമ്മൾ വെച്ചാൽ നമ്മുടെ മക്കളോട് പറയുന്ന ആ ഒരു ഫ്രീഡം എടുത്തതാണ്. അല്ല, എനിക്കത് ഇഷ്ടമായിരുന്നു. അതായത് സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മളെ ചീത്ത പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. വഴക്ക് പറയുന്നവർ എപ്പോഴും അങ്ങനെ ആയിരിക്കും, നമ്മുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞിരുന്നത്. ഓക്കെ, മലയാളം ഹൗ കുഡ് യു മാനേജ് ഇറ്റ്? I got my script I think a week before we started shooting, and then I'm a good student, so I studied well. All the dialogues. Yes. I had monologues which were almost 4 to 5 page long, and I did it. സർ ശരിക്കും ഇപ്പം സാറിന്റെ 48th മൂവി ആച്ചു സാർ ഇപ്പൊ ചെയ്യുന്നത്. ലോങ് ഗ്യാപ്പ് അല്ലെ സാർ? അത്രയും എവിടെ തുടങ്ങി ഇപ്പൊ ന്യൂ ജനറേഷൻ കുട്ടികൾ വരെ ചെയ്തു. സാർ ഒരു നല്ലൊരു ജേർണിയാണ് സാറിന്റെ. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു സാർ? ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഏറ്റവും ഫ്രഷായിട്ടും ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സക്സസ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഫ്രം ദ വെരി ബിഗിനിങ് മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരും, പിന്നെ ഹീറോയിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എല്ലാ ലെജൻഡറി ഹീറോയിൻസിൻ്റെ കൂടെ ഇപ്പോൾ ശോഭനമായിട്ടുള്ള ആൾക്കാരും, ആനി. അല്ല അങ്ങനെയല്ല, കാരണം ഞാൻ ആനിയുടെ ഫസ്റ്റ് ഫിലിം ഷീ ആക്ടഡ് ആസ് എ hero character in the movie, not a heroine. It's a boy character. That is her first movie, Ammayana Satyam. I saw her in that movie. That wink was Yeah, that is her first movie with Balachandra Menon. So from that movie, I saw her in the movie, and I casted this Mariya Tumbe, myself, Srinivasan, Mammootty was a hero. I'm not telling the full story. ഞാൻ അറിയുന്നില്ല കേട്ടോ. അമ്മയുടെ സത്യം ഒക്കെ കണ്ടേച്ചാ പിന്നെ കാരണം നമ്മുടെ ക്യാരക്ടറിൽ ഏകദേശം ഒരു ആണുമാതിരിയാണ് ശ്രുതി. So that is why I casted her. But in the very first day, Mammootty, he came in the set. അതാ ഇതെന്നോട് സെറ്റിൽ വരുമ്പോഴാണ് സാർ എന്നോട് ഈ കഥ പറയുന്നത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് ടെൻഷനായി. അതുപോലെ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പിന്നെ ധൈര്യം പറഞ്ഞു, ഇത് മമ്മൂക്കായ്ക്ക് ഇനി പ്രശ്നം ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പേടി. അല്ല അങ്ങനെയല്ല, അത് ഞാൻ പറയുന്നില്ല, അത് തമാശയാണ്. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് ഡേ ഹി കെയിം ടു ദ സെറ്റ്, ഹി സോ ആനി. ഇതാണോ ഹീറോയിൻ? ഇതാണെന്ന് പറയില്ല. But she is looking very beautiful, pretty. See, very pretty. But മഴയത്തുമ്പോ സമയത്ത് just like I was just like you. Yeah, very cute, no? No, also cute. മോള് ഈ ആഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ് എ ന്യൂ കമ്മർ സാറിന് മോന്റെ കയ്യിലുണ്ടായിരുന്ന കോൺഫിഡൻസ് എന്തായിരുന്നു? കോൺഫിഡൻസ് എനിക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അതിന് ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. കാരണം ഹീസ് ഫ്രഷ് അല്ലേ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് മോൾഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം വെച്ചാൽ ഒന്നും അറിയില്ല, ഇറ്റ്സ് റോ ആയിട്ട് നമുക്ക് വരുന്ന ആൾക്കാരെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വലിയ ആക്ടറാണെന്ന് സ്വയം വിചാരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ് അവരെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓഡീഷനിൽ നോക്കുന്നത് അത് തന്നെയാണ്. അവർ അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമായിട്ട് തോന്നും. ഞാൻ പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ നമ്മൾ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടല്ലോ, അതിന് കണ്ടിട്ടുണ്ടാവും. അതിൽ ഭരതൻ്റെ മോനെ അഭിനയിച്ചു, ഭരതേട്ടൻ്റെ മോനെ അഭിനയിച്ചു, ലളിത ചേച്ചിനെ, പിന്നെ രാഘവേട്ടൻ്റെ മോൻ ജിഷ്ണു അഭിനയിച്ചു. ഇവർ രണ്ടുപേരും അതിനു മുമ്പ് അഭിനയിച്ചിട്ടില്ല. അവർക്ക് ഒരു അഭിനയിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ കാസ്റ്റ് ചെയ്തത്. കാരണം അങ്ങനെ തന്നെ ആൾക്കാർ വേണമെന്നുള്ളത്. പിന്നെ ഭാവന അത് വെറുതെ വന്ന് വർത്താനം പറഞ്ഞാണ്. അപ്പം ആനി സംസാരിക്കുന്നത് അതിൽ കളക്കളക്കളക്കളാന്ന് വർത്താനം പറയും. പക്ഷെ സാർ നല്ലതാ. ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ ഒക്കെ ഒരു ഇച്ചിരി നേരം വർത്താനം പറയാതിരുന്ന എന്നാ ഒരു മൂകത ഇറക്കുമെന്ന് അറിയാവോ? മറ്റേ നമ്മൾ ഇച്ചിരി ബഹളം കാണും അല്ലെ. ഇപ്പൊ സാറും ഉണ്ടായിരിക്കുന്നു, ഞാൻ ഉണ്ടായിരിക്കുന്നു, മൂം ഉണ്ടായിരിക്കുന്നു, എല്ലാരും ഉണ്ടായിരിക്കുമ്പോഴത്തേന് ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പം സർ ഇപ്പൊ 48 പടം ദൈവാനുഗ്രഹിച്ച് ചെയ്തു, ഇനിയും 48 പടം ചെയ്യട്ടെ. പക്ഷെ എന്നാലും സാറിന്റെ ഉള്ളില് ഒരു ഡ്രീം കം പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാവില്ലേ? ഓഫ് കോഴ്സ് നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ ഇന്നുവരെ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഏറ്റവും നല്ലൊരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ചെയ്യുന്നതായിരിക്കും എൻ്റെ ഏറ്റവും മികച്ച സിനിമ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ വിചാരമാണ്. ഓക്കെ ഓക്കെ. You wanted to shoot in Lakshadweep since so many years. Finally it has happened.
That is his 20 years project. back I went there in ലക്ഷദ്വീപ്. ഞാൻ അപ്പം അന്ന് പോയി 1 വർഷത്തിന് മുമ്പ് പോയപ്പോൾ ഞാൻ അവിടെ കുറേ കറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനൊരു കഥ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഈ ലക്ഷദ്വീപ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമ ചെയ്യണം. പക്ഷെ അന്നൊരു കഥ കിട്ടിയില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഋതി പറഞ്ഞ കറക്റ്റാണ്. ഇറ്റ്സ് ഡ്രീം കം ട്രൂ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. So ours is more പറ്റുന്നില്ല, സഹിക്കുന്നില്ല. സ്റ്റിൽ ഇപ്പൊ നമ്മൾ പ്രേക്ഷകരുടെ ഇടയിൽ അന്വേഷിക്കുവാന്നല്ല, ഇപ്പൊ തന്നെ പ്രേക്ഷകർ പറയാറുണ്ട് ഞങ്ങൾക്ക് പഴയ ലാൽ സർ പോലീസ് വേഷത്തിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ, അതേപോലെ ഒരു ക്യാരക്ടർ സാറിന് ലാലേട്ടന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പൊ അതാ ഞാൻ ചോദിച്ചു, ഇപ്പോഴും ടേസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്കും ലാൽ സാറിന് ഭയങ്കര ഇഷ്ടമില്ലാത്ത കുട്ടികളില്ല. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ശരിയായിരിക്കും, നമ്മൾ പറയുന്നത് ശരിയായിരിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന മാതിരിയുള്ള ഓഡിയൻസ് കൂടുതൽ മറ്റേതായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു പഴയ സിനിമയാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ പഴയ ടൈപ്പ് കഥകൾ എടുത്തപ്പോൾ നമ്മൾ വീണ്ടും മഴയത്തുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അതിൽ ക്യാമ്പസ് ഉണ്ട്. നമ്മൾ അതിലെ ക്യാമ്പസും അതിൽ തെറിച്ച പെൺകുട്ടികളൊക്കെ തന്നെ അതിനേക്കാളും തെറിച്ച പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാലോ, അന്ന് ഭയങ്കര എക്സാജറേറ്റഡ് തെറിച്ച പെണ്ണുങ്ങളായിരുന്നു നിങ്ങളുടെ ക്യാരക്ടേഴ്സൊക്കെ. പക്ഷെ ഇന്ന് അതിനേക്കാളും ഇതായിട്ടുള്ള കുട്ടികളാണെങ്കിലും അവർക്ക് സ്വാഭാവികമായിട്ടാണ് തോന്നുക എല്ലാവർക്കും. അല്ല, എല്ലാ കുട്ടികളും ഏകദേശം അതേപോലെയാണ്. അപ്പൊ അതിനകത്തൊരു ശ്രുതിക്ക് സ്പെഷ്യാലിറ്റി ഇല്ല. മനസ്സിലായില്ല? ശ്രുതി അപ്പൊ ശ്രുതി എന്തും കാണിക്കും. വേറെ ആളുടെ പ്രേമം വേണമെങ്കിൽ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അതിലാണല്ലോ ചെയ്യുന്നത്. അധ്യാപകന്റെ പ്രേമം തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണല്ലോ. ആ ശ്രുതി അന്ന് റയറായിരുന്നു. അതുകൊണ്ടാണ് അതിന് ആ ക്യാരക്ടർ പുതുമയുള്ളത്. ഇന്ന് ആ ക്യാരക്ടർ പുതുമയില്ല. അങ്ങനെ അതിനേക്കാളും കുഴപ്പങ്ങൾ ചെയ്യുന്ന പെൺകുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറയുന്ന മാതിരി കോമൺ ഇത് മാറിയിട്ടുണ്ട് ലൈഫിന്റെ. ശരിക്കും സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മുടെ ഫിലിമുമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനെ മോശമാക്കുന്നുണ്ടോ, അതിനെ ഏറ്റവും കൂടുതൽ നന്നാക്കുകയാണോ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഗുണം ചെയ്യുന്നുണ്ട്, ദോഷം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഗുണം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി റീച്ച്. ഇപ്പം നമുക്കറിയാം എന്ത് കാര്യം ആൾക്കാരുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തുന്നു, അത് ഡിസ്കഷൻ ആവുന്നു. നല്ല കാര്യങ്ങളും അതുകൊണ്ട് ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ, പ്രളയ സമയത്ത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിക്കുമായിരുന്നു നമ്മുടെ പ്രളയത്തിന്. അപ്പോൾ സോഷ്യൽ മീഡിയയും യങ്സ്റ്റേഴ്സും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും തന്നെയാണ് പ്രളയത്തിൽ അത്രമാത്രം നമ്മുടെ ആൾക്കാർ മരിക്കാതിരുന്നതും ദുരന്തം അത്രയും കുറയാനും കാരണം. അപ്പോൾ നല്ല ഒരുപാട് കാരണങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ എല്ലാം നല്ല കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അപ്പുറത്ത് ഇതുപോലെയുള്ള നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക, ഒരാളെ മോശമാക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ ട്രോള് നല്ല രീതിയിൽ ചെയ്താൽ വളരെ നല്ലതാണ്. ട്രോള് പക്ഷെ ഇപ്പോൾ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളെയൊക്കെ ട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, കാരണം അത്രയും പബ്ലിസിറ്റി കിട്ടും. അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയും പോസിറ്റീവായി മാറുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ 50-50 ആണ്. അപ്പോൾ അത് സ്വാധീനിക്കുന്നുണ്ട് സിനിമയെ. ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഒപ്പീനിയനാണ് ആ സിനിമയുടെ ഭാവി തീരുമാനിക്കുന്നതെന്ന് പറയുന്നത് ഇല്ലേ. അതിൽ നല്ലത് വന്നു കഴിഞ്ഞാൽ റേറ്റിംഗ് കൂടും, അതിനനുസരിച്ച് കളക്ഷൻ 50-50 ആണ്. നെഗറ്റീവും പോസിറ്റീവും. ശരിക്കും സാറാണ് ഏറ്റവും കൂടുതൽ മലയാളം ഫിലിമിൽ ഒരു റെഫറൻസ് തന്നത്, നമ്മുടെ സെലലോയിഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി. അതേപോലത്തെ ഒരു മൂവി ഇനി സാർ ഉണ്ടോ മനസ്സിൽ? തീർച്ചയായിട്ടും അങ്ങനത്തെ 1-2 സിനിമകൾ അന്ന് ഞാൻ പറഞ്ഞത്, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ മാത്രമേ ആയിട്ടില്ല, പ്രോജക്റ്റ് ആയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ വർത്താനം പറഞ്ഞ സാധനം വരും എന്താന്നുള്ളത് അറിയാൻ പറ്റും. മോനെ, ശരിക്കും ഫസ്റ്റ് മൂവിയായി, ഇപ്പം റിലീസ് ആവാൻ പോകുന്നു. ശരിക്കും ഇപ്പം ആക്ടറായി, ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ആവണം എന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സിഗ്നേച്ചറാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നോ എന്തുവാണ് വാട്ട്സ് യുവർ എയിം? എനിക്ക് ആരെ പോലെ ആവണം എന്നതിനേക്കാളും നമ്മളുടെ സ്വയമായിട്ടുള്ളൊരു ഇമേജ്, അതാണല്ലോ എപ്പോഴും സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നാലും ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടോ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന്? എനിക്ക് ഫഹദ് ഫാസിൽ ഭയങ്കര ഇഷ്ടമാണ്. വെരി ഗുഡ് ആക്ടർ. ആക്ടിംഗ് എന്നുള്ള തലത്തിൽ നോക്കിയാൽ എന്ത് തലത്തിൽ നോക്കിയാലും എനിക്ക് ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത് ഭയങ്കര. പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ, മമ്മൂക്ക. And what about you? Are you going to stay back in Malayalam movies? Yes. You want to start as long as I get good films, I want to stay here. അത് സാറിനെ നോക്കിയാ പറഞ്ഞു. ഞാനും അതിനെ പറഞ്ഞു, എനിക്ക് സാറിന്റെ കൂടെ ഒരു 2-3 പടങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഒരു പടത്തിൽ നിന്ന് നമ്മൾ പഠിച്ചത് തന്നെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോ എക്സ്പീരിയൻസിന്റെ ആ ഒരു സംഭവം ഒരു 2-3 പടങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ you can do any movies, no problem. I mean, to be honest, like I would want to work in Bollywood as well because that's a language that I'm more comfortable with. Yeah, you're more comfortable. And I feel like as an actor, I'd be able to be better at it. Although I try my level best here, so that is also what I want to do. And my main aim is Hollywood. So Malayalam, Bollywood, and Hollywood. Okay. Aim is always good. Aim is Hollywood always. Okay. സാറിന് ശരിക്കും അവിടെ സാറ് മാത്രമല്ല ഇപ്പം ഡയറക്ടർ ആയിട്ടുള്ളത്, അവിടെ വേറൊരു ഡയറക്ടറും കൂടെ ഉണ്ട്. സാറിന്റെ മോന് ജനൂസ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറും കൂടെ ഉണ്ട്. അപ്പനും മോനും തമ്മിലുള്ള എന്താ പറയുക, ഡയറക്ഷനാണ് രണ്ടുപേരുടെയും മേഖല എന്ന് പറയുന്നത്.
സാറിനോട് വന്ന മോന് അഡ്വൈസസ് ചോദിക്കാറുണ്ടോ, അതല്ലെങ്കിൽ സാർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ? അല്ല, ഞാൻ എൻ്റെ സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടാവും. ഇപ്പോഴല്ല, അത് സ്കൂൾ അവൻ്റെ സ്കൂൾ കാലം മുതലുണ്ട്. ഈ സിനിമ കൊള്ളില്ല എന്നൊക്കെ പറയാറുണ്ട്, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാറുണ്ട്. പിന്നീട് അവൻ സിനിമയാണ് അവൻ്റെ ഒരു പാഷൻ, അവൻ്റെ ഫീൽഡിൽ നിന്ന് അവൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല, ഞാൻ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല. അവൻ്റെ തോട്ട് പ്രോസസ്സൊക്കെ വേറെയാണ്. കാരണം നമുക്ക് പലപ്പോഴും കഥ, അവൻ പറഞ്ഞ കഥ മനസ്സിലാവുന്നില്ല. കാരണം അത്രയും ലെവലിൽ നിന്നിട്ടാണ് അവൻ സംസാരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കഥ അവനെ ഡിസ്കസ് ചെയ്യും. ഓഫ് കോഴ്സ് അവനൊരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അവൻ പറയേണ്ട കാര്യങ്ങളൊക്കെ അവൻ അതിൻ്റെ മിസ്റ്റേക്സ് ഒക്കെ പറയും. അങ്ങനെയുള്ള ഡിസ്കഷൻസൊക്കെ നടക്കാറുണ്ട്. അതല്ലാതെ അവൻ്റെ പ്രോജക്റ്റിൽ ഇപ്പോൾ ഓഫ് കോഴ്സ് അവൻ്റെ കഥ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാൻ തന്നു. അത് ഇംഗ്ലീഷിലാണ് അവൻ എഴുതിയത് സ്ക്രിപ്റ്റ്. അവന് മലയാളം എഴുതാനും വായിക്കാൻ അറിയാം, എന്നാലും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു മലയാളത്തിലൊന്ന് ശരിയാക്കിയിട്ട് പിന്നെ നമുക്ക് ആരെക്കൊണ്ടെങ്കിലും ഡയലോഗ് എഴുതിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേറെ ആരെ കൊണ്ട് എഴുതിക്കേണ്ട, അത് എഴുതി ശരിയാവില്ല, ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഞാനും എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ പ്രൊഫസറാണല്ലോ, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അപ്പോൾ അവനും മലയാളം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ടൊന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പിന്നെ അവർ പൃഥ്വിരാജും ജനുസും കൂടി ഇരുന്നിട്ടാണ് അത് ശരിയാക്കിയത്. അതല്ലാതെ വേറൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ലാസ്റ്റ് പടം കാണിക്കാനാണ് അവൻ എന്നെ കൊണ്ടുപോയത്. പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓഫ് കോഴ്സ് നന്നായിട്ടുണ്ട്. ചില സജഷൻസ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും തമാശ അവൻ ഫസ്റ്റ് ഫിലിം ചെയ്യുമ്പോൾ 100 Days of Love ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ദുൽഖറിൻ്റെ അടുത്ത് അവൻ പോയി കഥയൊക്കെ പറഞ്ഞു. ദുൽഖർ അവനോട് പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മമ്മൂക്കാനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോൻ പടം ചെയ്യാൻ പോകണം. ഞാൻ അറിഞ്ഞു ദുൽഖറിനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, തന്നോടൊരു കാര്യം ഞാൻ പറയാം, ആവശ്യമില്ലാതെ അവരുടെ കാര്യത്തിൽ ഇടപെടരുത്, താൻ തൻ്റെ മകൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഇടപെടരുത്. മമ്മൂക്കാടെ അഡ്വൈസ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. കാരണം അവരുടെ വഴിക്ക് വിട്ടേക്കെന്ന് പറഞ്ഞു. പോകേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇപ്പം നമുക്ക് ദുൽഖറിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നത്. അവരുടെ വഴിക്ക് വിടുക. കാരണം വെച്ചാൽ പുതിയ ജനറേഷന് നമ്മളെക്കാളും കൂടുതൽ സിനിമ കാണുക, അറിവ് കാണുക അവർക്കുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം അവർക്കുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ്, വീട്ടിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും. അവനാണ് പിന്നെ സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം അവൻ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പൊ അവൻ ഏതെങ്കിലും ഒരു ഫിലിം പറഞ്ഞിട്ടുണ്ടോ, അച്ഛൻ ഇങ്ങനത്തെ ഒരു മൂവി ചെയ്തൂടെ, അങ്ങനെ എന്തെങ്കിലും? പല പടങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ പടങ്ങളല്ല, കൂടുതലും പുറത്തൊക്കെ ഉള്ള പടങ്ങൾ പലതും കണ്ടിട്ട് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സർ, ശരിക്കും സാറിന് 48 മൂവീസിൽ സാറിന് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്? സാറിന്റെ മനസ്സിനകത്തുള്ള ഔട്ട്പുട്ട് തരുന്ന ഒരു കംഫർട്ട് കുഴയുന്ന ചോദ്യമാണ് അത്. കാരണം ഇപ്പോൾ ഏറ്റവും നല്ല ഹീറോയിൻ ആരാണ് അല്ലെങ്കിൽ ഹീറോ ആരാണ് ചോദിക്കുന്ന പോലെ തന്നെയാണ്. കാരണം നമുക്ക് ഓരോ സിനിമക്കും പറ്റുന്ന രീതിയിലാണല്ലോ സ്ക്രിപ്റ്റ് റൈറ്റർ വരുന്നത്. ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ ഞാൻ ആദ്യകാലത്ത് ജോൺ പോളിൻ്റെ കൂടെ പടം ചെയ്തു. ജോൺ പോൾ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ഈ പടത്തിനും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഞാൻ വളരെ കംഫർട്ടബിളാണ്. പിന്നെ രഞ്ജിത്ത് ഉണ്ടായിരുന്നു, റസാഖ് ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ, നമ്മളൊരുമിച്ച് മഴയത്തുമ്പോൾ ശ്രീനിവാസനും വളരെ കംഫർട്ടബിളായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ സ്വയം എഴുതുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആകുന്നത്. കാരണം അങ്ങനെ എസ്കേപ്പിസം അല്ല അത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മൾ തന്നെ സ്വയം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം. മറ്റേത് അങ്ങനെയല്ല. ഒരാൾ എഴുതി തരുന്ന സാധനം ചിലപ്പോൾ നമ്മൾ മോശമായിട്ട് സിനിമയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ആ സിനിമ സ്ക്രിപ്റ്റ് മോശമാക്കി എന്നുള്ളൊരു ഇത് വേണ്ട. ഓഫ് കോഴ്സ് ചിലപ്പോൾ നമുക്ക് അയാൾ എഴുതി തരുന്നതെന്ന് മാറിയിട്ടൊരു സാധനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സിനിമയ്ക്ക്. നമ്മൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു ഹർട്ടാവും. അപ്പോൾ അതും വേണ്ട, രണ്ടും വേണ്ട, അത് വരണ്ട. അപ്പോൾ കഴിയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കഴിയുന്നതും സ്വന്തം സ്ക്രിപ്റ്റ് തന്നെ ചെയ്യാനാണ്. This is your first attempt in Malayalam, right? You are doing the first movie. Yes. So far you have done so much more models and ads. No, I've done 2 movies in Telugu. And I've done 3 ads. 2 are for Hindi. One is Dairy Milk in So your aim is to do in Hindi? Aim is to do in English. But okay. Hindi also, because I mean that's another, as I said, languages that I'm more comfortable in. I would do more because I feel like I can. So if you get an offer from Kamal sir, at the same time if you get an offer from English, which one will you choose? I think Kamal sir will push me to choose the English offer. That is true. I'm good at it. That's why we're here today. സാറിനൊന്നും പറയാനും പറ്റത്തില്ല. അതാ അപ്പൊ പൊക്കോളാൻ അവളുടെ ഇഷ്ടം അതാ. സോ അങ്ങ് പൊക്കോ. I'm happy. I'll choose another person. So good. അത്രയും നല്ലൊരു മറുപടി പറഞ്ഞപ്പോ ഞാൻ ഇനി ഭക്ഷണം കൊടുക്കാം അല്ലേ? തീർച്ചയായിട്ടും. Which is your favorite? My favorite food at home is roti and bhindi. No, roti and bhindi. Bhindi is lady finger. I know. Are you pure vegetarian? No. I love non-veg. And outside I love appam and mutton stew. Oh. I was basically I love appam. I love Kerala parota.
like the one with has with so layers fluffy and all. lace, Yes, okay. and then I love chicken, of course. And എല്ലാം ഇഷ്ടാ. Allah Ishta, of course. ഇതിപ്പോ പറഞ്ഞപ്പോ എല്ലാം ഉണ്ട്. ഇതിനകത്തൊന്നും And ഇല്ലാത്തൊന്നുമില്ല. I love even Kerala, like vegetarian sambar and all of it. ഇത് രസമാണ് ഭക്ഷണത്തിന്. ഞാൻ ക്യാമറയാണെന്നൊക്കെ മറന്നുപോയി. ക്യാമറ താങ്ക് യു അല്ലേ? അതല്ല, താങ്ക് യു. നല്ല രസമുള്ള ഫുഡ്. അല്ല, ആനിയുടെ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട അയ്യോ കാര്യമില്ല. അങ്ങനെയല്ല അറിയില്ല. എപ്പോഴും ചെയ്യുമ്പോൾ ഒരുപോലെ ഒന്നും ആവത്തില്ല. ഇതെല്ലാം ദൈവം തമ്പുരാന്റെ അനുഗ്രഹം. പിന്നെ എനിക്ക് ഫുഡ് ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ഭക്ഷണം നന്നാവും. നമ്മൾ ആ ഭക്ഷണത്തെ സ്നേഹിച്ചിട്ടുണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടും. എനിക്കിഷ്ടമാണ്. അതിനോടൊരു ബേർഡനായിട്ട് ഞാൻ കാണാറില്ല. അതിനെ ഭയങ്കര സ്നേഹിച്ചാ ഞാൻ എപ്പോഴും ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ പോലും അതിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കും. അതിന്റെ ഔട്ട്പുട്ട് നല്ലതായിരിക്കണം. ചുമ്മാ കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പാത്രം കഴുകുന്നത്. ബാക്കിയെല്ലാം മാം ഹാപ്പി. അറിയാം, എല്ലാം ഉണ്ടാക്കാം, മാത്രം പറ്റിയല്ല. ഇനി അതും യൂസ്ഡ് ആവണം. പക്ഷെ എനിവേ എന്താ പറയാ, ഓൾ ദി ബെസ്റ്റ് മോനെ. ഒരു എന്താ വലിയൊരു സ്റ്റാർ ആവട്ടെ. ആൻഡ് എന്താ പറയാ, എയിം അല്ലേ, ഡ്രീം കം ട്രൂ ആവട്ടെ. എവിടെ ഇംഗ്ലീഷിൽ. അപ്പൊ സർ തീർച്ചയായിട്ടും പറഞ്ഞു വിടണം. മോളെ നീ ഇവിടെ നിൽക്കരുത്, അങ്ങ് പോയിക്കോ, സാർ വേറെ ആളെ വിടുന്നേന് അല്ലേ. എനിവേ ഓൾ ദി ബെസ്റ്റ് മോളെ. ഇപ്പോഴേ സാർ 10 മനുഷ്യരുടെ മുന്നേ വെച്ച് പറഞ്ഞു കഴിഞ്ഞു, പോകുന്നതൊക്കെ കൊള്ളാം, യു ഹാവ് ടു പേ ഫോർ. അതാ അപ്പൊ ചെയ്തിരിക്കണം. യു ഹാവ് ടു ഡു ഇറ്റ്. It's a commitment towards. കുറച്ച് സീരിയസ് ആയി. I'll do that. മോനെ ഒരു നല്ല ഫ്യൂച്ചർ സാറിന്റെ ഗൈഡൻസിൽ. ഇനിയും സാറിനോട് ഒരുപാട് മൂവീസ് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഒരു നല്ലൊരു ആക്ടറായിട്ട് മാറട്ടെ. അതുപോലെ സാറിനും ഓൾ ദി ബെസ്റ്റ്. ഒരു നല്ല സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിട്ട് മാറട്ടെ. ഞങ്ങളുടെ പ്രേക്ഷകർ എല്ലാവരും പോയി കാണും. എന്താ പറയുക, ഇതെല്ലാം ഞങ്ങളുടെ ഒരു ഫാമിലി കുടുംബ സദസ്സാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ഷോ കാണുന്നത്. അവരെല്ലാവരും ഫാമിലിയോടുകൂടി സാറിന്റെ മൂവി കണ്ട് ഏറ്റവും ഹിറ്റ് ആകട്ടെ. അതേപോലെ സാറിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ കഥകളൊക്കെ ഇല്ലേ, അത് എത്രയും വേഗം സാറിന്റെ മൂവീസും എല്ലാം വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. എനിവേ താങ്ക് യു വെരി മച്ച്. നമ്മുടെ പ്രേക്ഷകർ വിശേഷം കേട്ടു. കമൽ സാറിന്റെ ഒരു പുതിയ മൂവി ഇറങ്ങാൻ പോവാണ്. കമൽ സാറിന്റെ ഏത് മൂവി ഇറങ്ങിയാലും നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു ആകാംക്ഷ ഉള്ളതാണ്. അതേപോലത്തെ ഒരു ആകാംക്ഷ ഇന്നും നമുക്ക് ഈ വിശേഷം അറിഞ്ഞപ്പം ഉണ്ട് എന്നുള്ളതറിയാം. അതുകൊണ്ട് എല്ലാ ആൾക്കാരും കുടുംബസമേതം തിയേറ്ററിൽ പോകണം, സാറിൻ്റെ പടം കാണണം. സാറിൻ്റെ പടത്തെ നമുക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആക്കണം. ഈ കുട്ടികൾക്കും ഒരു നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു ഹീറോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. പിന്നെ സാറിൻ്റെ അടുത്ത് ഇവർ തമ്മിലൊരു കരാറുണ്ട്, അതൊക്കെ നടക്കട്ടെ. എനിവേ നല്ല എപ്പിസോഡും നല്ല വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ടിൽ ദെൻ നമ്മൾ എപ്പോഴും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.